എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഐ ഫ്രെയിം എന്നും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഫ്രെയിംസ് സെലീനിയം യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഐ ഫ്രെയിം എന്താണെന്ന് നോക്കാം. An iframe is also known as an inline frame. It is a tag used in HTML to embed an HTML document within a parent HTML document. iframe യൂസ് ചെയ്യുന്നത് ഒരു HTML വെബ് പേജിനകത്ത് വേറൊരു വെബ് പേജ് എംബഡ് ചെയ്യാൻ വേണ്ടിയാണ്. iframe ഡിഫൈൻ ചെയ്യുന്നത് iframe എന്ന ടാഗ് യൂസ് ചെയ്താണ്. iframeനെ ഇൻലൈൻ ഫ്രെയിം എന്നും പറയാറുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് URL. ഈ URL ഞാൻ ഓൾറെഡി ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡ് ചെയ്ത ശേഷം ഈ പർട്ടിക്കുലർ സെക്ഷനകത്ത് യുവർ കണ്ടന്റ് ഗോസ് ഹിയർ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് കൺസോളിൽ പ്രിന്റ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഞാൻ എക്ലിപ്സ് IDEയിൽ home.test എന്നുള്ള പാക്കേജിനകത്ത് ഹാൻഡിൽ ഫ്രെയിം ഡെമോ എന്ന് പറഞ്ഞ് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെബ് ഡ്രൈവിന്റെ ഒബ്ജക്റ്റ് റെഫറൻസും വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡും അതുപോലെ ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യാനുള്ള കോഡും ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് ഒരു 10 സെക്കൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടെസ്റ്റ് URLനകത്ത് ഈ ഒരു പർട്ടിക്കുലർ വെബ് എലമെന്റിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇൻസ്പെക്ട് ചെയ്യുകയാണ്. ID നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐഡിയുടെ വാല്യൂ ആയ ടൈനി MCE എന്നുള്ള ആ വാല്യൂ ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐഡിയുടെ വാല്യൂ കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുവാണ്. ഞാൻ ടെക്സ്റ്റ് എന്നൊരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യുവാണ്. അതിനുശേഷം ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ടെക്സ്റ്റ് എന്ന സ്ട്രിങ്ങിലെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. ടെക്സ്റ്റ് ഈസ് കൺസോൾ മെസ്സേജ് കൂടുതൽ റീഡബിൾ ആകാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ട്രിങ് ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു, അപ്പൻഡ് ചെയ്യുന്നു. നമുക്ക് ഈ ജാവ ക്ലാസ് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിയുമ്പോൾ യുവർ കണ്ടന്റ് ഗോസ് ഹിയർ എന്നുള്ള ഈ വാല്യൂ കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടോ നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. ക്ലാസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. വിൻഡോ ഓപ്പൺ ആയി. നമുക്ക് ഈ ഒരു കണ്ടന്റ് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടോ നോക്കാം. കൺസോളിൽ ആ ഒരു കണ്ടന്റ് പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ല. പകരം ഒരു എറർ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്തു സെലീനിയം. സെലീനിയത്തിന് ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അത് സാധിക്കാഞ്ഞത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് ഒരു iframeനുള്ളിലാണ്. അതുകൊണ്ടാണ് സെലീനിയത്തിന് ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ നമുക്ക് സെലീനിയം യൂസ് ചെയ്ത് ഈ പർട്ടിക്കുലർ iframe ഹാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ വെബ് എലമെന്റിനകത്തെ ടെക്സ്റ്റ് വാല്യൂ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊരു iframe ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു എക്സെപ്ഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ അങ്ങനെ എക്സെപ്ഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ആ ഒരു സെക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വ്യൂ ഫ്രെയിം സോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ വരുവാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വെബ് എലമെന്റ് ഒരു ഫ്രെയിമിനകത്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഒരു iframeലേക്ക് സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ പർട്ടിക്കുലർ വെബ് എലമെന്റ് ടെക്സ്റ്റ് നമുക്ക് ഫെച്ച് ചെയ്തെടുത്ത് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള കോഡ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഇംപ്ലിസിറ്റ് വെയിറ്റിന് ശേഷം ഞാൻ
ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിനുശേഷം ഫ്രെയിമിലേക്കാണ് സ്വിച്ച് ചെയ്യേണ്ടത്. നമുക്ക് വെബ് എലമെന്റ് ഇവിടെ കൊടുക്കണം. ഇതൊരു ഓവർലോഡഡ് മെത്തേഡാണ്. ഇൻഡെക്സ് പാസ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്ട്രിംഗ് ആയിട്ടുള്ള നെയിം ഓർ ഐ ഡി പാസ് ചെയ്യുക, അതുപോലെ വെബ് എലമെന്റും പാസ് ചെയ്യാം. ബെറ്റർ ഓപ്ഷൻ എപ്പോഴും വെബ് എലമെന്റ് പാസ് ചെയ്യുന്നതാണ്. ഞാൻ അതുകൊണ്ട് ആ പർട്ടിക്കുലർ ഐ ഫ്രെയിമിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഫ്രെയിം നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇതാണ് ആ ഫ്രെയിം. ഫ്രെയിമിന് ഐ ഡി ഉണ്ട്. അപ്പോൾ ഈ ഐ ഡി ഞാൻ ഇവിടെ കോപ്പി ചെയ്യുകയാണ്. Ctrl+C. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐ ഡി. സ്വിച്ച് ചെയ്തു. ഇനി നമുക്കൊരു ത്രെഡ് ഡോട്ട് സ്ലീപ്പും കൂടെ കൊടുക്കാം. ഒരു 2 സെക്കൻഡ് വെയിറ്റ് കൊടുക്കാം. എക്സെപ്ഷൻ ത്രോ ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നമുക്ക് കൺസോൾ നോക്കാം. യുവർ കണ്ടന്റ് ഗോസ് ഹിയർ എന്നുള്ള ആ ഒരു വാല്യൂ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന്. ആ വാല്യൂ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്തവണ നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ ഒന്നും ത്രോ ചെയ്തില്ല, കാരണം നമ്മൾ ആ ഐ ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത ശേഷമാണ് ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് ടെക്സ്റ്റ് ഫെച്ച് ചെയ്ത് കൺസോൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ അതേ യു ആറിനകത്ത് തന്നെ ഈ യു ആറിൽ ഞാൻ ഒന്നുകൂടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുവാണ്. ഈ രണ്ട് വിൻഡോകളും ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ പർട്ടിക്കുലർ ടെക്സ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യാൻ പോവാണ്. ക്ലിയർ ചെയ്ത ശേഷം ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത ശേഷം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ വാല്യൂ കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. ആദ്യമേ ഈ ടെക്സ്റ്റ് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഈ പർട്ടിക്കുലർ ലൊക്കേറ്റർ യൂസ് ചെയ്യുക. ഡോട്ട് ക്ലിയർ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിനുശേഷം ഒരു സ്റ്റാറ്റിക് ആയിട്ട് 2 സെക്കൻഡ് വെയിറ്റ് കൊടുക്കുന്നു. വീണ്ടും ഞാൻ ഇതേ ലൊക്കേറ്റർ തന്നെ യൂസ് ചെയ്തുകൊണ്ട് 3 തവണ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ഇങ്ങനെ എഴുതുന്ന ഒരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ വെബ് എലമെന്റ് കോൾ ചെയ്താലും മതി. തൽക്കാലം ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെൻകീസ് എന്നുള്ള മെത്തേഡ് വിളിക്കണം. ഞാൻ ഒരു ടെക്സ്റ്റിലേക്ക് പാസ് ചെയ്യുവാണ്. യൂട്യൂബ് ചാനലിന്റെ നെയിം തന്നെയാണ് ഞാൻ പാസ് ചെയ്യുന്നത്, ഇൻസ്റ്റിങ് എന്നുള്ളത്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കുന്നു. ഇനി ഞാൻ ഈ മെയിൻ പേജിലെ ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഞാൻ കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കുവാണ്. അതിനുവേണ്ടി ഞാൻ ഇത് ഇൻസ്പെക്ട് ചെയ്യുവാണ്. H3 എന്നുള്ള ടാഗിനകത്താണ്
ഈ പർട്ടിക്കുലർ ടെക്സ്റ്റ് ഉള്ളത്. അപ്പം നമുക്ക് എക്സ്പാത്ത് യൂസ് ചെയ്ത് ഈ ലൊക്കേറ്റർ നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ്പാത്ത് എക്സ്പാത്തിന്റെ വാല്യൂ h3 എന്നുള്ളതാണ്. h3 എന്നുള്ള ടാഗ് ആണ്. ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു. അതിനുശേഷം ഞാൻ പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. ഈ ഗെറ്റ് ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യുന്ന സ്ട്രിങ് ആണ്. ഞാൻ സ്ട്രിങ് text1 എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി Ctrl+Shift+F യൂസ് ചെയ്തു. അതിനുശേഷം ഈ text1 ഇവിടെ അപ്പൻഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ എക്സ്പെക്ടേഷൻ ഈ പർട്ടിക്കുലർ കണ്ടന്റ് ഫസ്റ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം അവിടെ നമ്മൾ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് ടൈപ്പ് ചെയ്യും. അതിനുശേഷം ഈ പർട്ടിക്കുലർ വെബ് എലമെന്റ് ടെക്സ്റ്റ് കൺസോളിൽ പ്രിന്റ് ചെയ്യും. ഇത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ നോക്കാം. ഞാൻ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. വെബ്സൈറ്റ് ലോഡായി, കണ്ടന്റ് ക്ലിയർ ആയി. 2 സെക്കൻഡിന് ശേഷം ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്നുള്ളത് പ്രിന്റ് ചെയ്തു. നമുക്ക് ഈ നോക്കേണ്ടത് ആദ്യമേ ഇവിടെ ഉണ്ടായിരുന്ന ആ കണ്ടന്റും അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റും കൺസോളിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കൺസോളിൽ ഫസ്റ്റ് കണ്ടന്റ് മാത്രമേ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് പ്രിന്റ് ചെയ്ത് വന്നില്ല. കാരണം ഇപ്പം നമ്മൾ ഡ്രൈവർ കൺട്രോള് ഈ ഒരു ഫ്രെയിമിനകത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഫ്രെയിമിന് വെളിയിലാണ്. ഇതൊരു പേരന്റ് പേജാണ്. അപ്പൊ ഡ്രൈവറിന്റെ കൺട്രോൾ ഈ ഫ്രെയിമിൽ നിന്ന് തിരിച്ച് നമുക്ക് ഈ വെബ് പേജിലേക്ക്, മെയിൻ വെബ് പേജിലേക്ക് കൊണ്ടുപോകണം. അത് കൊണ്ടുപോയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വെബ് എലമെന്റ് ടെക്സ്റ്റ് നമുക്ക് ഫെച്ച് ചെയ്ത് കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. അപ്പം ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നമുക്ക് മെയിൻ വെബ് പേജിലേക്ക് പോകാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കോൾ ചെയ്യണം. അതിനുശേഷം വേണം ഈ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്ത ശേഷം ഈ പർട്ടിക്കുലർ വെബ് എലമെന്റ് ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിന്റെ ടെക്സ്റ്റ് ഫെച്ച് ചെയ്ത് കൺസോൾ പ്രിന്റ് ചെയ്യും. അപ്പൊ ഞാൻ മെയിൻ പേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് ആഡ് ചെയ്യുവാണ്. ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ഡിഫോൾട്ട് കണ്ടന്റ്. അതിന്റെ ഡോക്യുമെന്റേഷൻ പറഞ്ഞിട്ടുണ്ട്. സെലക്ട് either the first frame on the page or the main document when a page contains iframe. അപ്പോൾ ആ മെത്തേഡ് ഞാൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുവാണ്. ഇത്തവണ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ക്ലിയർ ആയിപ്പോയി. ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്നുള്ള പ്രിന്റ് ആയി. ഇനി നമുക്ക് കൺസോൾ നോക്കാം. ഈ ഒരു ടെക്സ്റ്റും കൂടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കൺസോൾ ഇത്തവണ ആ ഒരു ടെക്സ്റ്റും വന്നു. അപ്പൊ ഇങ്ങനെയാണ് സെലീനിയം യൂസ് ചെയ്ത് ഫ്രെയിംസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഫ്രെയിംസ് ഒരു വെബ് പേജിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഫ്രെയിമിനുള്ളിലെ വെബ് എലമെന്റ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആ പർട്ടിക്കുലർ ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യണം. എന്നിട്ട് മാത്രം നമുക്ക് ആക്ഷൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഫ്രെയിമിന് വെളിയിലുള്ള വെബ് എലമെന്റിലേക്ക് വീണ്ടും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് കണ്ടെന്നുള്ള ഈ സ്വിച്ച് ടു ഡീഫോൾട്ട് കണ്ടെന്നുള്ള മെത്തേഡ് വിളിച്ചിട്ട് വേണം മെയിൻ പേജിലെ വെബ് എലമെന്റിന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ
അതിൽ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.